കഴിയുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പരിശുദ്ധ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഈ നിമിഷങ്ങളായിരിക്കുന്ന കർത്താവേ, ദിവസങ്ങൾ പീഡാനുഭവാരത്തിൽ കർത്താവേ, അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ ദിവസങ്ങളെ ഞങ്ങൾ ഓർക്കുന്ന നാളുകളാണല്ലോ കർത്താവേ. അതൊക്കെ വെറുതെ ഒരു ചടങ്ങായി പോകാതെ, ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന ശുശ്രൂഷയായി തീരാതെ, ജീവനും ചൈതന്യമുള്ള അനുഭവത്തിൽ കർത്താവേ ഈ നാളുകളിൽ ധ്യാനം നടത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് കർത്താവെ വചനം പറയാനുള്ള അനുഗ്രഹവും ദൈവകൃപയും ബലഹീനദാസനായിരിക്കുന്ന അടിയന് തരണമേ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ നന്മകളാൽ നിറച്ചാട്ട് യേശു നാമത്തിലുള്ള അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. വളരെ സ്നേഹത്തോടെ പകുത്ത് പങ്കുവെക്കുന്ന ഒരനുഭവമാണല്ലോ പെസഹ അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയും. ഈ ദിവസങ്ങളൊക്കെ ഇന്ന് നമ്മൾ പലരും ഭവനങ്ങളിൽ പെസഹ അപ്പം ഉണ്ടാക്കി എന്നുള്ളത് മാത്രമല്ല, ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഈ കൂട്ടായ്മയിൽ പങ്കുവെക്കുവാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച പലരുമുണ്ട്. അതൊരു പ്രതീകം മാത്രമാണ്. പെസഹ അപ്പം പങ്കുവെക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ഒരു സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ പങ്കുവെക്കപ്പെടുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഈ ചടങ്ങുകൾക്കെല്ലാം അർത്ഥമുണ്ടാകും. എന്നൊരു പെസഹ അപ്പം കൊണ്ടുവന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ കൊണ്ടുവന്നെന്നുള്ളതല്ല, അത് പങ്കുവെക്കണം, അല്ലേ? വെറുതെ പങ്കുവെക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഈ ദേവാലയത്തിൽ നിങ്ങൾ വളരെ നാളുകളായിട്ട് മിണ്ടാതെ നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഈ അപ്പം മുറിച്ചിട്ട് ആ ആളിൻ്റെ വായിൽ കൊണ്ടിത് വെച്ചു കൊടുക്കുമ്പോഴാണ് ഈ ശുശ്രൂഷകളൊക്കെ അർത്ഥവത്തായിട്ട് തീരുന്നത്. വെച്ചു കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞാൽ ആപ്പടിക്കുന്നവർ തള്ളി കൊടുക്കുകയല്ല, സ്നേഹത്തോടെ ഇത് പങ്കുവെക്കുന്ന നാടി തിന്ന് എന്ന് പറയുന്ന ഒരനുഭവമല്ല. അത് നമുക്കറിയാം നല്ലതായിട്ട്, അല്ലേ? നിങ്ങളാരും അങ്ങനെ പിണങ്ങിയൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ സ്നേഹത്തിൻ്റെ അപ്പം നമ്മൾ ഈ ദേവാലയത്തിനകത്ത് കൊണ്ടുവന്നത് ഒരു ചടങ്ങായിട്ട് തിരികെ പോകുന്ന അനുഭവമല്ല. അത് സ്നേഹത്തോടുകൂടെ പങ്കുവെക്കുമ്പോഴാണ് അത് അർത്ഥവത്തായിട്ട് തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ജീവിത സഖിക്ക് നമ്മൾ സ്നേഹത്തോടുകൂടെ പങ്കുവെക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ നമ്മൾ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലുകൾ ഉണ്ടാകുമ്പോഴാണ് ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായിട്ട് തീരുന്നത്. ഈ അടുത്ത സമയത്ത് കേരളത്തിൽ ഇറങ്ങിയ ഒരു മൂവി, ഒരു ചലച്ചിത്രം വളരെ ശ്രദ്ധ പിടിച്ചു പറ്റി ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ ചുരുങ്ങിയ ദിവസങ്ങൾ ഉണ്ടാക്കിയ ഒരു ചിത്രമാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു പക്ഷേ അതറിയാം. മഞ്ഞുമ്മൽ ബോയ്സ് എന്നാണ് ആ ചലച്ചിത്രത്തിൻ്റെ പേരെന്ന് പറയും. അതിൻ്റെ പ്രമേയം ഇങ്ങനെയാണ്. അത് ഈ പെസഹയുടെ പശ്ചാത്തലവുമായിട്ട് ചേരുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മഞ്ഞുമ്മൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ ടൂറ് പോവുകയാണ്, യാത്ര പോവുകയാണ്. സാധാരണ നിലകളിൽ ജീവിക്കുന്ന ആളുകളാണ്. അവർ തുച്ഛമായ വരുമാനമൊക്കെ ഉള്ളു. എന്നാൽ അതൊക്കെ അവർ സ്വരൂപിച്ച് അവർ യാത്ര പോവുകയാണ്. യാത്ര പോകുന്ന അവസരത്തിൽ ഈ കൊടൈക്കനാൽ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഗുണ കേവ്. അവിടെ വെച്ച് അവർ ഒരിക്കലും അങ്ങോട്ട് പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളാണ്. അവിടെ ഇവർ ഇറങ്ങുമ്പോൾ അവരുടെ കൂട്ടത്തിൽ വന്ന അവർ ഏറ്റവും ചങ്കായിരിക്കുന്ന ചങ്ങാതി പെട്ടെന്ന് ഈ ഗുഹയ്ക്കകത്തേക്ക് വീണു പോവുകയാണ്. ചെറിയൊരു ഹോളിലൂടെയാണ്. ആകെ ശബ്ദരായിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെയാണ് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. അവിടെയുള്ള ആളുകൾ, നാട്ടുകാർ വരുന്നു, പോലീസ് പറയുന്നു അവിടെ പോയി വീണ ആളുകളും ആരും തിരുമ്പി വന്നിട്ടില്ല. തമിഴ് ഭാഷയിൽ പറയുകയാണ്. അവർ ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു പ്രതീക്ഷയുമില്ല. അവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, ഒരു രക്ഷയില്ല. അവസാനം ഈ ചെറുപ്പക്കാർ അവിടെ നിൽക്കുകയാണ്. ഇവനെ കിട്ടാതെ ഞങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞ് വളരെ ശക്തമായ രീതിയിൽ ഈ ചങ്ങാതിക്കൂട്ടം അവിടെ നിൽക്കുകയാണ്. അവസാനം സഖി കെട്ടിട്ട് റെസ്ക്യൂ ഫോഴ്സ് വരുമ്പോൾ അതിനകത്തേക്ക് ഇറങ്ങാൻ അവർ പോലും തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ കൂട്ടുകാരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയാണ് ഈ വടത്തിലൂടെ താഴോട്ട് ഇറങ്ങിപ്പോകുന്നത്. ആ ഗുഹയുടെ ഒരു രംഗം എന്നൊക്കെ പറയുന്നത് വളരെ ഭീകരമാണ്, വളരെ പേടിപ്പിക്കുന്നതാണ്. വലിയ വഴുക്കലുകളുള്ള, വളരെ കല്ലും ഉള്ള വളരെ പ്രതിസന്ധിയാണ്. ചവിട്ടി നിൽക്കാൻ പോലും പറ്റുകയില്ല. അപ്പോൾ വടം ഒരു പരമാവധി എത്തിക്കഴിയുമ്പോൾ പറയുന്നുണ്ട് ഇനി അതങ്ങോട്ട് നീളത്തില്ല എന്ന് റെസ്ക്യൂവിന് നേതൃത്വം കൊടുക്കുന്ന ഓഫീസർമാർ പറയുന്നു. അപ്പോഴും പറയുന്നുണ്ട് ഇവനെയും കൊണ്ടല്ലാതെ ഞാനിനി മേളിലോട്ട് കയറി വരികയില്ല. അവസാനം അതിൻ്റെ ഒരു മെയിൻ ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. ഈ നഷ്ടപ്പെട്ട ചങ്ങാതിയെ കൊണ്ട് തിരികെ കയറി വരുന്ന അനുഭവം. സ്നേഹം പകുത്തു കൊടുക്കുന്ന ഒരു ചങ്ങാതിക്കൂട്ടത്തെയാണ് അവിടെ കാണുവാൻ സാധിക്കും. ഈ നാളുകളിലൊക്കെ ഇതൊരു അപൂർവ കാഴ്ചയാണ് ഒരു പക്ഷേ, അല്ലേ? ഇവിടെ പെസഹായെങ്കിൽ എന്താണ് കർത്താവ് ചെയ്യുന്നത്? തൻ്റെ ജീവിതത്തെ തന്നെ, തൻ്റെ ശരീരത്തെ തന്നെ പങ്കുവെക്കുന്നതിലൂടെ ലോകത്തിന് മുൻപാകെ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായി തീർന്ന കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ ഫൗണ്ടേഷൻ ഡേ ആണ് ഇന്ന് ഈ പറയുന്ന ദിവസം എന്ന് പറയുന്നത്. അതാണ് ഈ ദിവസത്തിൻ്റെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, പഴയ നിയമത്തിൻ്റെ പെസഹ നമ്മൾ പഠിച്ചുവെങ്കിൽ മാത്രമേ എങ്ങനെയാണ് ഈ പഴയ നിയമത്തിൻ്റെ പെസഹായെ
പുതിയ നിയമത്തിൻ്റെ പെസഹായിലേക്ക് കർത്താവ് അത് പരിവർത്തനം ചെയ്ത് മാനവരാശിക്ക് നൽകുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു അതിജീവനത്തിൻ്റെ വിരുന്നായിട്ട് തന്നെയാണ്, മാനവകുലത്തിന് നവീന ചൈതന്യം പകരുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ കുർബാനയെ കർത്താവ് ലോകത്തിന് നൽകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പെസഹ സ്ഥാപിക്കപ്പെടുവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് 430 സംവത്സരകാലം മിസ്രൈമിൽ അടിമകളായി കിടന്ന ഇസ്രായേൽ ജനത്തിന് ഒരു വിമോചനത്തിൻ്റെയും വിടുതലിൻ്റെയും അനുഭവത്തെ ഒരുക്കുന്ന പെസഹായുടെ വാക്കിൻ്റെ അർത്ഥം കടന്നുപോക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും കടന്നു പോകും. കോവിഡ് വന്നപ്പോഴുള്ള നമ്മുടെ ഏറ്റവും വലിയ ചിന്തകളിലൊന്നായിരുന്നു ഈ നിമിഷവും കടന്നു പോകുമെന്നുള്ള അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. നല്ലവൻ യേശു എന്നു നല്ലവൻ, ഇന്നലെയും ഇന്നോമെൻ മന്യനല്ലവൻ, ഇന്നലെ ഇന്നോമെന്നോ മന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടോ നേരമെല്ലാം താങ്ങിടോ, ഭാരമുള്ളിൽ നേരിടോ നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തൻ ചേർത്തിടും, സാരമിൽ നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. അതുകൊണ്ട് ഇസ്രായേൽ മക്കളോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹത്തിൽ സർവശക്തനായ ദൈവം ചില ബാധകൾ ഈജിപ്റ്റ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിന് നേരെ വരുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് പെസഹ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് പഴയ നിയമ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 12-ാം വാക്യത്തിൽ പറയുന്നു, ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തൂടെ കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെ ഒക്കെ സംഹരിക്കും. അതാണ് ഒരു ബാധയുടെ അനുഭവം എന്ന് പറയുന്നത്. തുടർന്ന് നമ്മൾ 4:21 വാക്യങ്ങൾ വായിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകൂട്ടിയെ തിരഞ്ഞെടുത്ത് അതിനെ അറുത്ത് രക്തമെടുത്ത് കിണ്ണത്തിൽ വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. 22-ാം വാക്യത്തിൽ വായിക്കുന്നു, പിന്നീട് ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിന്മേൽ രക്തത്തിൽ മുക്കി കട്ടിളക്കാലുകളിലും കുറുമ്പടിമേലും പുരട്ടണമെന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് നമ്മൾ വായിക്കുന്നു, യഹോവ മിസ്രൈമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും, നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരിക്കണം. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളുടെ വാതിൽ ഒഴിഞ്ഞു കടന്നു പോകും. മിസ്രൈം ദേശത്ത് ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതു ആയി തീരുകയില്ല. അതുകൊണ്ട് ഇതൊരു ഓർമ്മയായിരിക്കണം. യഹോവയാണ് ഇത് തലമുറയായിട്ട് ഉത്സവമായിട്ട് ആചരിക്കേണ്ട അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാളിതുവരെയായി തലമുറയായിട്ട് യഹൂദർ ആചരിച്ചു വരുന്ന ഈ പെരുന്നാളിൻ്റെ പശ്ചാത്തലം കടന്നുപോകലിൻ്റെ അനുഭവമാണ്. അവർ കടന്നുപോയ പല അനുഭവങ്ങളുണ്ട്. മരുഭൂമി യാത്രയിൽ പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ വന്നപ്പോൾ ദൈവം അവരെ കടത്തിക്കൊണ്ടു പോകുന്ന അനുഭവം നമുക്ക് അവിടെ എല്ലാം വായിക്കുവാൻ സാധിക്കും. പകൽ മേഘസംഭവം രാത്രി അഗ്നിതൂണുമായി അവരോടുകൂടെ നടക്കുന്നു. അവർക്ക് മന്നായി കാടപ്പശിയായി അവരുടെ ജീവിതത്തിൻ്റെ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളിൽ കടന്നു പോകുവാൻ ഇതൊക്കെ വേണം ദൈവം സഹായിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് പെസഹായിക്ക് ചില ഭക്ഷണ ക്രമീകരണങ്ങളുണ്ട്. ഒന്ന്, പുളിപ്പില്ലാതെ അപ്പം ഉണ്ടാക്കണം, അല്ലേ? നമ്മളൊരു പ്രതീകമായിട്ടാണ് ഇന്ന് അപ്പം കൊണ്ടുവന്ന് പങ്കുവെക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ അപ്പം മുറിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്. പെസഹ കുഞ്ഞാടിനെ ഒരുക്കണമെന്നുള്ളതാണ് പറയുന്നത്. കുഞ്ഞാടിനെ അറുത്ത് രക്തമെടുത്ത് ഒരു പാത്രത്തിൽ വെക്കണം. പ്രിയമുള്ളവരെ, നമുക്കതിന് പകരമായി പെസഹ കുഞ്ഞാടായിട്ട് അറുക്കപ്പെട്ട കുഞ്ഞാടായിരിക്കുന്ന നമ്മുടെ കർത്താവ് തമ്പുരാൻ തന്നെയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സോപ്പച്ചയുടെ ഒരു കെട്ടെടുത്ത് പാത്രത്തിലുള്ള രക്തത്തിൽ മുക്കി കട്ടിളക്കാലിലും കുറുമ്പടിയിലും പെരട്ടണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ ഇത് വലിയ ശുശ്രൂഷയായിട്ടാണ് ഇന്നും ചെയ്യുന്നത്. ഞാനൊരിക്കലും ഒരു സ്ഥലത്ത് ആയിരിക്കുമ്പോൾ യഹൂദന്മാരുടെ ഈ വലിയ പെസഹയുടെ പെരുന്നാൾ കാണുവാനുള്ളൊരു ഭാഗ്യം എനിക്ക് അമേരിക്കയിൽ വെച്ചുണ്ടായി. അവരുടെ ഒരു പള്ളി അവിടെയുണ്ട്. അവിടെ പോയി കാണുവാനും അത് മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ച അനുഭവം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അവർ ഇതിനോട് ചേർന്ന് 3-4 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു പാത്രം ഉപ്പുവെള്ളം അവർ വെക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, മിസ്രൈമിലായിരുന്നപ്പോൾ അവർ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ ഓർക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഉപ്പുവെള്ളം ആ പാത്രത്തിൽ വെക്കുന്നത്. അതുപോലെ ചെങ്കടലിലൂടെ കടന്നുപോയതിനെ ഓർക്കുവാൻ. നമുക്കറിയാം, കടലെന്ന് പറയുമ്പോൾ ഉപ്പ് രസമുള്ള വെള്ളമാണല്ലോ. അതിലൂടെ കടന്നുപോയതിനെ ഓർക്കുന്നതിന് വേണ്ടിയാണ്. കയ്പ് ചീര വെക്കുന്നുണ്ട്. കയ്പുള്ള ചീര വെക്കുന്നതിന് കാരണം അവരൊത്തിരി കയ്പിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ജനത.
അടിമത്തത്തിൻ്റെ കയ്പിൻ്റെ അനുഭവങ്ങളുടെ കടന്നുപോയ ജനത അത് മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വലിയ ആഘോഷത്തിൻ്റെ മധ്യത്തിൽ കയ്പ് ചീര അവർ പ്രത്യേകമായിട്ട് ക്രമീകരിക്കുന്നത്. മറ്റൊന്നൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പേസ്റ്റ്, ഒരു കുഴമ്പാണ് അവർ ഉണ്ടാക്കുന്നത്. അത് 3 സാധനങ്ങൾ ചേരുന്നതാണ്. 1 ആപ്പിൾ, 2 ഈന്തപ്പഴം, 3 മാതള നാരങ്ങ. ഈ കുഴമ്പ് എന്താണെന്ന് ചോദിച്ചാൽ അവർ ഇഷ്ടി ഉണ്ടാക്കുന്ന പണിയാണ് അവർക്ക് ഫറവോൻ കൊടുത്തത്. അവർ ചവിട്ടിക്കുഴച്ച ആ കുഴമ്പിൻ്റെ അല്ലെങ്കിൽ ആ കളിമണ്ണിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ക്രമീകരണം ചെയ്യുന്നത്. കറുവപ്പട്ട അവർ വെക്കാറുണ്ട്. ഇഷ്ടി ഉണ്ടാക്കുവാൻ ശേഖരിച്ച വൈക്കോലിനെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. 4 കപ്പ് വീഞ്ഞ് അവിടെ വെക്കും. അവർ 4 ഉടമ്പടികളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് കർത്താവ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുകയാണ്, പെസഹ ഒരുക്കുവാൻ. നമ്മളിപ്പോൾ വേദഭാഗത്ത് വായിച്ച് കേട്ടല്ലോ, അവിടെ പറയുന്നുണ്ട്, സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോട് കൂടെ പന്തിയിൽ ഇരുന്നു എന്ന് നമുക്ക് വായിക്കുന്നു. അപ്പം വീഞ്ഞും വാഴ്ത്തി അനുഗ്രഹിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് കർത്താവ്. പെസഹ ഒരു പുതിയ അനുഭവത്തിൻ്റെ പെരുന്നാളാണ്. ദൈവജനം എന്തുകൊണ്ടാണ് ഈജിപ്തിലേക്ക് പോയത്? കാരണം ഈജിപ്തിന് ഒത്തിരി പ്രത്യേകതയുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അറിയാം, വിസ എടുക്കുന്നു, PR എടുക്കുന്നു, അല്ലേ, ഇമിഗ്രേഷൻ നടക്കുന്നു. എന്തിനാണ് രാജ്യത്തൊക്കെ പോകുന്നത്? നമ്മളെക്കാളും മെച്ചപ്പെട്ട ചില എന്തോ ഉള്ളത് കൊണ്ട് പോകുന്നതാണ്. അങ്ങനെ വന്നതാണ് ഇസ്രായേൽ ജനം. കാരണം നൈൽ നദി വളരെ ഫലഭൂയിഷ്ഠമായ ഒരു സാന്നിധ്യമായിരുന്നു ഈജിപ്തിൽ. ധാരാളം ഫലഭൂയിഷ്ഠതയുള്ളൊരു നാടായിരുന്നു ഈജിപ്റ്റ് എന്ന് പറയുന്നത്. സമ്പന്നതയുടെയും പ്രൗഢിയുടെയും ഈറ്റിലമായിരുന്നു ഈജിപ്റ്റ്. അതിലെല്ലാം ഉപരി യോസഫ് അവിടുത്തെ ഭരണാധികാരി ആയതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ അവിടെ വന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ കാലം മാറി. ഇസ്രായേലിൻ്റെ മിസ്രൈമിലെ ജീവിതം അടിമത്തത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവിടെ നിന്ന് അവർ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ രക്ഷപ്പെടുവാൻ മോശയിലൂടെ ഒരുക്കപ്പെടുന്നതാണ് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് അവരുടെ യാത്ര പുതിയൊരു അനുഭവത്തിലാണ്. പെസഹ ഒരു കടന്നുപോക്കാണ്. വിശുദ്ധ കുർബാന നമ്മളെ പുതിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കടലിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടെ അവർ നടന്നു. പെസഹായിക്ക് ശേഷം ഇരുവശത്തും വെള്ളം മതിലായിട്ട് നിന്നു. മാറായിലെ കയ്പ് വെള്ളം മധുരമാകുന്ന പുതിയ അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. കുടിവെള്ളമില്ലാത്ത അനുഭവങ്ങളിൽ നിന്ന് 12 നീരുറവും 7 ഈത്തപ്പനയുമുള്ള ഏലീമിൻ്റെ പുതിയ അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വായിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മരുഭൂമിയുടെ മധ്യത്തിൽ ജീവിതത്തിന് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മന്ന അടക്കമുള്ള സ്വർഗീയ ഭക്ഷണം ഭക്ഷിപ്പാൻ തക്കവണ്ണമുള്ള പുതിയ അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകൾ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ചില കടന്നുപോക്കുകൾ ഉണ്ടാകും. നമ്മുടെ കപടതകൾ കടന്നു പോകണം പ്രിയമുള്ളവർ. നമ്മുടെ പെരുമാറ്റ ദോഷങ്ങൾ നമുക്ക് കടന്നു പോകണം. നമ്മുടെ ബന്ധങ്ങളിലെ വൈകല്യം നമുക്ക് കടന്നു പോകണം. നമ്മുടെ ദുശീലങ്ങൾ ഈ വിശുദ്ധ കുർബാനയിലൂടെ കടന്നു പോകുന്ന അനുഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ഒരു പുതിയ അനുഭവം. കഴിഞ്ഞ ഈ നോമ്പിൻ്റെ ഞായറാഴ്ചകളും ധ്യാനിച്ച ഓരോ അനുഭവവും നമ്മളൊരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. കാനായിലെ കല്യാണ വിരുന്ന് നടക്കുന്ന ഭവനം അപമാനമായിരുന്നു. എന്നാൽ പുതിയ അനുഭവത്തിൽ ദൈവം എത്തിച്ചു. കുഷ്ഠരോഗി രോഗം മാറി അനുഭവത്തിലേക്ക് വന്നു. പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് നടക്കുന്ന പുതിയ അനുഭവത്തിലേക്ക് അവൻ വരികയാണ്. കനാനിയ സ്ത്രീക്ക് മകളുടെ സൗഖ്യം പ്രാപിക്കുവാൻ സാധിക്കുന്നു. കൂനിയായ സ്ത്രീക്ക് നിവർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നു. കുരുടനായ ബർത്തിമായിക്ക് കാഴ്ച ലഭിക്കുന്നു. പുതിയ അനുഭവങ്ങളെ കൊണ്ടുപോകുന്ന വിശുദ്ധ കുർബാനയുടെ അനുഭവങ്ങൾ ഈ നാളുകളിൽ നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. പെസഹ ഒരു പുതിയ ബന്ധത്തിൻ്റെ പെരുന്നാളായിട്ട് കൂടെയാണ് പറയുവാൻ ശ്രമിക്കുന്നത്. പുറപ്പാട് പുസ്തകം 19:5-6 നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെനിക്ക് സകല ജാതികളിലും സമ്പത്തായിരിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളെനിക്ക് പുരോഹിത രാജ്യത്വമായിരിക്കും, വിശുദ്ധ ജനമായിരിക്കും എന്നുള്ളത് പറയുന്നത്. ഇറ്റ് ഈസ് എ കവനന്റ് റിലേഷൻഷിപ്പ്. ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ബന്ധത്തെ സൂചിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പെസഹ പുതിയൊരു ബന്ധത്തിൻ്റെ പെരുന്നാളാണ്. വിശുദ്ധ കുർബാനയിലൂടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട നമ്മൾ നല്ല പുതിയ ബന്ധങ്ങളുടെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സൂചനയെന്ന് പറയുന്നത്. ഈ വിശുദ്ധ മർത്തോമാ സഭയുടെ ആശാക്രമത്തിൻ്റെ 84-ാം പുറത്ത് വളരെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയാണ്: മശിഹാ തമ്പുരാനെ, നീ അരയിൽ തൂവാല ചുറ്റിയും പാത്രത്തിൽ വെള്ളമൊഴിച്ചും നിന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി താഴ്മയുടെയും സ്നേഹത്തിൻ്റെ യഥാർത്ഥ മാതൃക അവരെ കാണിച്ചും പഠിപ്പിച്ചും കർത്താവേ, നിൻ്റെ അടിയാരായ ഞങ്ങളും ആ മാതൃക പിന്തുടർന്ന് താഴ്മയുള്ളവരും തമ്മിൽ സ്നേഹമുള്ളവരുമാകുവാൻ കൃപ നൽകുമാറാകണമേ. ഇന്ന് ഈ പുതിയ നിയമത്തിൻ്റെ പെസഹായിൽ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന നമ്മൾക്ക് അത് അനുഭവക്കാരായി തീരുവാൻ തക്കവണ്ണം സാധിക്കണം. ഞാൻ പറയും, ലോകത്തിലെ കാലത്തെ ഏറ്റവും പ്രണയം അടങ്ങിയിരിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അതുകൊണ്ടാണ് ചെറിയൊരു അപ്പത്തിലേക്ക് ഈ ലോകത്തെ സ്നേഹിച്ച വലിയവനായ കർത്താവ് ചെറുതാകുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവരും ഇന്ന് വലിയവരാകാൻ നടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ തമ്പുരാന് ചെറുതാകുന്ന അനുഭവത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് പെസഹ എന്ന് പറയുന്നത് ഒരു പുതിയ പ്രത്യാശയുടെ പെരുന്നാളാണ്.
അവിടെ മരണദൂതൻ കടന്നു വരുമ്പോൾ, സംഹാരദൂതൻ കടന്നു വരുമ്പോൾ, ഇസ്രായേൽ മക്കളുടെ വീടിൻ്റെ കട്ടിളപ്പടിയിൽ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടിയിരുന്നത് കൊണ്ട് സംഹാരദൂതൻ കടന്നു പോവുകയാണ്. അതുകൊണ്ട് മരണത്തിൻ്റെ ദൂതൻ എപ്പോഴും നമ്മളെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജീവൻ്റെ സാന്നിധ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ രക്ഷിക്കുന്നതും രക്ഷപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ് സങ്കടമെന്ന് പറയുന്നത്. കർത്താവ് പറയുന്നു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്തോ ഉണ്ട്? നിത്യജീവനുണ്ട്. ഇത് വിശുദ്ധ കുർബാന നമ്മൾ കൊള്ളാൻ ഒരുങ്ങുകയാണ്. ഇത് നിത്യജീവൻ നൽകുന്ന നിത്യ അപ്പത്തെയാണ് നമ്മൾ ഭക്ഷിപ്പാൻ പോകുന്നത്. ഈ ഒരു ബന്ധം നമുക്ക് നിത്യത വരെ നിൽക്കുന്ന കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ചാണ് ഇവിടുത്തെ സൂചനയെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിനി സ്വർഗീയമായ വിരുന്ന് അനുഭവിക്കാൻ പോകുന്നതിൻ്റെ മുന്നാസ്വാദനമായിട്ടാണ് ഇന്ന് പരിശുദ്ധ കുർബാനയുടെ ഭാഗമായിട്ട് നമ്മൾ വരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ സൂചനയെന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ഭാഗമായിട്ട് നമ്മൾ തീരുമ്പോൾ നുറുക്കപ്പെട്ട ആ അപ്പത്തിൻ്റെ നിയോഗം പോലെ നമ്മൾ പരസ്പരം നുറുക്കിക്കൊടുക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഏറ്റവും അനുഗ്രഹരവും സന്തോഷകരമായിട്ട് തീരുന്നത്. നമ്മുടെ പഴയ നിയമത്തിൻ്റെ പെസഹ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഇസ്രായേലിനെ നയിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൻ്റെ പെസഹയാകുന്ന പരിശുദ്ധ കുർബാന സകല പാപബന്ധനങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക്, വിശ്വാസ സമൂഹത്തെ കർത്താവിൽ വിശ്വസിക്കുന്നവരെ നയിക്കുന്ന പുതിയ സ്വാതന്ത്ര്യത്തിലേക്കും പുതിയ നീതിയിലേക്കും നയിക്കുന്ന അനുഭവമാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവരുടെ കണ്ണുനീര് കണ്ടപ്പോഴാണ് ദൈവം ഇടപെട്ട് അവർക്ക് വിമോചനവും ഈ പെസഹ വിരുന്നിൻ്റെ അനുഭവം കൊടുക്കുന്നത്. ഈ നാളുകൾ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ലോകമെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസായിൽ നിന്ന് കണ്ണുനീര് ഉയരുന്നു, പാലിൽ നിന്ന് കണ്ണുനീര് ഉയരുന്നു. മറ്റു പലയിടങ്ങളിലൊക്കെ ഈ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു നീക്കുപോക്ക് ഒരുക്കുന്ന ദൈവമുണ്ട് എന്നുള്ള പ്രത്യാശ നിറഞ്ഞൊരു ചിന്തയാണ് ഈ പെസഹയുടെ അനുഭവത്തിലൂടെ മരുഭൂയാത്രയിൽ കരുതുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഈ നാളുകളിൽ ഈ പരിശുദ്ധ കുർബാനയിലൂടെ ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുകയും നമ്മുടെ മരുഭൂയാത്രകളിൽ നടത്തുന്ന ദൈവത്തോട് ചേർന്ന് നടപ്പാനും നമ്മുടെ അടിമത്തത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നമുക്കൊരു വിമോചനത്തിൻ്റെ അനുഭവം തരുന്ന ദൈവത്തെങ്കിലേക്ക് ഈ വിശുദ്ധ കുർബാനയോട് നോക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ശിരസുകളെ വണക്കാം. കേട്ട തിരുവചനങ്ങളെ ഓർത്തിട്ട് ഏൽപ്പിച്ച ആൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗപിതാ,